ഇനി പോകുന്നത് പൊന്നാനിയിലേക്കാണ്. പൊന്നാനി പാലപ്പെട്ടിയിൽ കടലാക്രമണം രൂക്ഷമായിട്ടും കടൽഭിത്തി നിർമ്മിക്കാത്തതിൽ ദേശീയപാത ഉപരോധിച്ച നാട്ടുകാർ. പ്രതിഷേധത്തിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. തീരദേശ മേഖലയോടുള്ള നിരന്തരമായ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇവിടെ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കടൽ ഭിത്തി നിർമ്മാണം എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. പിന്നെ പുനർഗേഹ നിർമ്മാണവും 50-ലധികം വീടുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഈ 4 കിലോമീറ്റർ തണ്ണിത്തുറയിലും ഈ മറ്റേ കാപ്പിരിക്കാടും പാലപ്പെട്ടിയൊക്കെ പ്രദേശങ്ങളിൽ വീണ്ടും ചെറിയ ചെറിയ കല്ലുകളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ വെൽഫെയർ പാർട്ടി നിരന്തരമായി പറയുന്നത് ഭിത്തി കെട്ടണം, കൃത്യമായി വെള്ളം കയറാതിരിക്കാൻ പല നാട്ടിലും ചെയ്തതുപോലെ ചെയ്യണം, അല്ലാതെ സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികൾ ധാരാളം വ്യാപകമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വീടുകൾ, 100 കണക്കിന് വീടുകൾ. മാത്രമല്ല പുനർഗേഹം പദ്ധതി എന്ന പേര് പറഞ്ഞ് വലിയ തട്ടിപ്പ് നടത്തുക. 10, 20, 30 സെൻറ്റ് സ്ഥലം വലിയ വീടൊക്കെ പോയവർക്ക് 10 ലക്ഷം കൊടുക്കുന്നുള്ളൂ. ആ 10 ലക്ഷം പോലും അവരുടേതല്ല. അവർ വീട് വാങ്ങിയാൽ അവർക്ക് 13 വർഷക്കാലം ആ വീട്ടിൽ ഒന്ന് പണയം വെക്കാനോ വിൽക്കാനോ കഴിയില്ല. ഈ ഹൈവേയിലൊക്കെ 4000 രൂപയാണ് ഓരോ സ്ക്വയർ ഫീറ്റിന് കൊടുക്കുന്നത്. ഓരോ വീട് പോയാലും കോടിക്കണക്കിന് രൂപ അവിടെ കിട്ടി. അതെന്തുകൊണ്ട് തീരദേശം ചെയ്യുന്നില്ല എന്നതാണ്. ഇപ്പോൾ MLA നന്ദകുമാർ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ചീത്ത പറഞ്ഞു. അദ്ദേഹത്തിന് എന്താ പണി? വലിയ ശമ്പളം വാങ്ങി നാട്ടിൻ്റെ MLA ആയി നടക്കുമ്പോൾ അദ്ദേഹം നിരന്തരം ശ്രദ്ധിക്കണ്ടേ? പാസ്സായ പണം വാങ്ങണ്ടേ? ഇവിടെ ആ വീടുകൾ പോകുമ്പോൾ നഷ്ടപ്പെടുന്ന വെള്ളാതിരിക്കാനുള്ള സംവിധാനം ചെയ്യണ്ടേ? ചെയ്യാത്തത് കൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഇങ്ങനെ ഒരു ഹൈവേ സമരം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. മുബഷിർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷിർ പി അക്ബർ, പാലപ്പെട്ടിയിലെ ആളുകളുടെ ദുരിതം അത് കൃത്യമായി അവർ അധികൃതരെ അറിയിച്ചിട്ടും അതിനൊരു പരിഹാരം വൈകുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ പ്രതിഷേധത്തിനപ്പുറം പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ അവിടെ തെളിയുന്നുണ്ടോ മുബഷിർ? അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്നുള്ളതാണ് സുജയ നാട്ടുകാർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷമായി പൊന്നാനി പാലപ്പെട്ടി ഭാഗത്ത് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണിത്. പൊന്നാനി ഭാഗത്ത് കഴിഞ്ഞ വർഷം കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചിരുന്നെങ്കിലും ഈ ഒരു പാലപ്പെട്ടി ഭാഗത്തുൾപ്പെടെ കടൽഭിത്തി ഇല്ലാത്തതിനാൽ കടലാക്രമണം രൂക്ഷമാവുന്നുണ്ട്. ആ ഒരു ഘട്ടങ്ങളിലേക്ക് വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചത്. ചാവക്കാട് പൊന്നാനി ദേശീയപാത ഏകദേശം 20 മിനിറ്റോളമാണ് പ്രവർത്തകരുടെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് റോഡ് ഉപരോധിച്ചിൽ പ്രതിഷേധിച്ചത്. ഏറെ നേരം ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രവർത്തകർ ആ ഒരു മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത സാഹചര്യത്തിൽ പോലീസ് ബലം പ്രയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. ഇവർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് പുനർഗേഹം പദ്ധതി. നമുക്കറിയാം, സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ ഒരു പുനർഗേഹം പദ്ധതി പ്രകാരം തീരദേശ മേഖലകൾ താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇവർക്ക് പ്രഖ്യാപിച്ച ധനസഹായം, നഷ്ടപരിഹാര തുക പൂർണ്ണമായും ഇവർക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ആ ഒരു മേഖലയിൽ പുനർഗേഹം പദ്ധതിയുമായി ഉണ്ടായിട്ടുണ്ട്. വിവിധ പാർട്ടിയിലെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അവർക്ക് ലഭിക്കേണ്ട തുക കൃത്യമായി ലഭിച്ചിട്ടില്ല എന്നുള്ള ഗുരുതരമായ ഓരോ ആരോപണവും പൊന്നാനി പാലപ്പെട്ടിയിലെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കടൽഭിത്തി എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അത് നടപ്പിലാകാത്തൊരു സാഹചര്യത്തിലാണ് വലിയൊരു പ്രതിഷേധ മാർഗവുമായി അവർ ഇത്തരത്തിലുള്ള റോഡ് ഉപരോധത്തിലേക്ക് കടന്നത്. 20 മിനിറ്റോളം റോഡ് ഉപരോധത്തെ തുടർന്നായിരുന്നു പോലീസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. സർക്കാർ അടിയന്തരമായ ഒരു വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ തുടർ നടപടികളായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സമരക്കാർ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഏകദേശം സംസ്ഥാന സർക്കാർ 10 കോടിയിലധികം രൂപ ഈ തീരദേശ മേഖലയിൽ കടൽഭിത്തി നിർമ്മിക്കുന്നതിനു വേണ്ടി പാസ്സാക്കിയിട്ടുണ്ട്. എന്നാൽ പൊന്നാനിയിലെ വിവിധ ഇടങ്ങളിൽ കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചിട്ടും പാലപ്പെട്ടി ഉൾപ്പെടുന്ന മേഖലയിൽ കടൽഭിത്തി നിർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മേഖലയിലെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ബാധിക്കുന്ന ഏകദേശം 100ഓളം നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ഒരു പ്രതിഷേധത്തിൽ റോഡ് ഉപരോധത്തിലേക്ക് നാട്ടുകാർ കടന്നത്. ഒരുപക്ഷെ പ്രതിഷേധം നീണ്ടുപോവുകയാണെങ്കിൽ മണിക്കൂറുകളോളം അവിടെ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പോലീസ് ഈ ഒരു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് ഇടപെടലുണ്ടായിട്ടില്ലെങ്കിൽ, വിശേഷം കാലവർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ കടലാക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം നമുക്കൊന്ന് ആ പാലപ്പെട്ടി പ്രദേശത്തെ കുറിച്ച് അവിടെയുള്ളവരല്ലാത്തവരായ നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിലോമീറ്ററാണ് ഈ കടൽഭിത്തി തകർന്നു കിടക്കുന്നത്? അതായത് 10 മുറി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള മേഖലയിൽ 4 കിലോമീറ്റർ കടൽഭിത്തി തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ഈ ഉപരോധം നടക്കുന്ന ദൃശ്യത്തിനപ്പുറം അവിടുത്തെ യഥാർത്ഥ വിഷയം അത് അധികൃതരുടെ മുന്നിലേക്ക് എത്തിയിട്ടും അതിൽ നിന്ന് അവർ എന്തുകൊണ്ടാണ് അകന്നു നിൽക്കുന്നത്? മറ്റിടങ്ങളിലേതുപോലെയുള്ള ഒരു സഹായം, പുനർഗേഹം പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ, ഉടൻ അതിൽ പൂർണ്ണമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുക, അതിനേക്കൊന്നും തിരിഞ്ഞു നോക്കാതെ ഈ ഒരു മേഖലയെ, ഈ 4 കിലോമീറ്ററിനെ എന്തുകൊണ്ടാണ് മുബഷിർ മാറ്റി നിർത്തിയിരിക്കുന്നത്?
അതായത് സുജയ, കടൽ ഭിത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലയിൽ കുറച്ച് കല്ലുകൾ കൊണ്ടുവന്നുകൊണ്ട് ഇട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ കാലവർഷ സമയത്തും ഈ സമയത്തും ഈ ഒരു മേഖലയിലൂടെ ഉൾപ്പെടെ അവിടെ നാട്ടുകാരുടെ വിഷമം, ദുരിതം നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചിരുന്നു. ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന അവരുടെ പ്രതിസന്ധികളൊക്കെ തന്നെ നമ്മൾ പൊതുസമൂഹത്തിന് വാർത്തയായി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ഘട്ടങ്ങളിൽ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത് കടൽ ഭിത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഫലമില്ലാത്ത കല്ലുകൾ ആ ഒരു മേഖലയിൽ കൊണ്ട് സ്ഥാപിക്കുന്നതാണ് കടലാക്രമണം രൂക്ഷമാകുമ്പോൾ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. പക്ഷേ വലിയ തുക ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ പാസ്സാക്കുന്നുണ്ടെങ്കിലും അത് കടൽ ഭിത്തിയാക്കി മാറ്റാൻ ഇവിടെയുള്ള അധികാരികൾ തയ്യാറാകുന്നില്ല. ഒരു സുരക്ഷിത കടൽ ഭിത്തി നിർമ്മിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഹൈവേ ഉപരോധിക്കുന്നവരെ പിടിച്ചു നീക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാം. സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി പുനർഗാഹത്തിൽ നടത്തിപ്പ് ഉദ്യോഗസ്ഥ കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി നിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പ്രതിഷേധം, ഹൈവേ ഉപരോധം വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളും ദൃശ്യങ്ങളുമാണ് മുബഷിർ പി അക്ബർ നമ്മളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. 4 കിലോമീറ്റർ നീളത്തിലാണ് കടൽഭിത്തി തകർന്നു കിടക്കുന്നത്. അവിടെ കല്ലിറക്കി ഒരു താൽക്കാലിക പരിഹാരത്തിലേക്ക് പോയിട്ട് കാര്യമില്ല സർ എന്നുള്ളതാണ് അധികൃതരോട് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നു. പരിഹരിക്കേണ്ട ഒരു പ്രശ്നം 4 കിലോമീറ്റർ തകർന്നു കിടക്കുന്ന കടൽഭിത്തി പ്രശ്നവുമായി അവിടെ നിൽക്കുകയാണ്. പ്രതിഷേധിച്ചവരെ ഇപ്പോൾ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയോ മുബഷിർ? തീർച്ചയായും സുജയ, പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും, അതായത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ഉപരോധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത പ്രവർത്തകരെയൊക്കെ തന്നെ, നാട്ടുകാരെയൊക്കെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ അതിന് തയ്യാറായിരുന്നില്ല. പിന്നീട് ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവരെ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന 100ഓളം ഈ ഒരു വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള ആ ഒരു മേഖലയിലെ നാട്ടുകാരാണ് ഈ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ആ ഒരു ഭാഗത്ത് പാലപ്പെട്ടി ടൗണിൽ നിന്നും ആരംഭിച്ച് ദേശീയ പാതയിലായിരുന്നു ഈ റോഡ് ഉപരോധം നടന്നത്. ആ ഒരു സമയത്ത് റോഡ് ഉപരോധം നടത്തിയ സമയത്ത് പൂർണ്ണമായും ഗതാഗതം സ്തംഭിച്ചിരുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വരുമെന്നുള്ളതാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായാലും 10 മണിക്കായിരുന്നു പ്രതിഷേധം. അതിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് മുബഷിർ പങ്കുവച്ചത്.